ഇത്തരത്തിലുള്ള ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പണം തരില്ല എന്ന് പറയുന്ന സംവിധാനവും ശരിയല്ല. അപ്പോൾ ഇതിലൊക്കെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു വയാ മീഡിയ പരിപാടിയുടെ ആവശ്യമുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇത്തരം വിഷയങ്ങളിൽ ഇന്റർ തലത്തിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, രണ്ട് തരത്തിലുള്ള ഇന്റർ ഇഷ്യൂസ് വരുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള സംവിധാനം രാജ്യത്ത് ആവശ്യമുണ്ട്. സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ ഒരു വിഷയത്തിൽ ഡിസ്പ്യൂട്ട് വന്നാൽ അത് പരിഹരിക്കുന്നതിനുള്ള സമിതികൾ ഉണ്ടാക്കേണ്ട കാലം കഴിഞ്ഞു. അല്ലാതെ വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം എഴുതിക്കൊണ്ടിരിക്കുകയും പൊളിറ്റിക്കൽ ലീഡർമാർ അവരവരുടെ പൊളിറ്റിക്സിന് അനുസരിച്ച് അഭിപ്രായം പറയുകയും അവരവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് കാര്യങ്ങളെ കാണുകയും ചെയ്യുമ്പോൾ സ്റ്റേറ്റിന് വലിയ നഷ്ടം വരും. കാരണം ജനങ്ങൾക്ക് നഷ്ടം വരും. ഇപ്പോൾ ഈ PM ശ്രീ കുട്ടികൾക്ക് വലിയ നഷ്ടമാണ് വരാൻ പോകുന്നത്. വളരെ വലിയ നഷ്ടമാണ് കേരളത്തിലെ കുട്ടികൾക്ക് വരാൻ പോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കിട്ടുന്ന കോടാനുകോടി രൂപയാണ് നഷ്ടപ്പെടുത്താൻ പോകുന്നത്. അത് വലിയ ക്രൂരതയാണ് കുട്ടികളോട് ചെയ്യുന്നത്. അതേസമയം സിലബസ് പോലുള്ള കാര്യങ്ങളിൽ അവർ ഇടപെടരുന്നുള്ളിടത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അഭിപ്രായം പറയണം. അത് സ്റ്റേറ്റ് സിലബസ് ആണെന്ന്, സ്റ്റേറ്റിൻ്റെ പ്രൊഫഷനാണെന്ന് അവർ പറയുന്നു. ഇപ്പോൾ കർണാടകത്തിൽ 1000-ഓളം അധികം സ്കൂളുകൾക്കാണ് ഇതുപോലത്തെ കാര്യങ്ങൾ 600 ചില്ലുവാനും സ്കൂളുകളിൽ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ PM ശ്രീ നടപ്പിലാക്കിയിട്ടുണ്ട് കർണാടകത്തിൽ. അവർ പക്ഷേ സിലബസ് അവരുടേതാണ്. അവരുടെ അതിനൊരു പുതിയ കമ്മിറ്റി തന്നെ ഉണ്ടാക്കി അവരുടെ സിലബസ് പഠിപ്പിക്കും. പക്ഷേ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ പണം വാങ്ങുകയും ചെയ്യും. മാഹിയിൽ വളരെ മനോഹരമായിട്ടുള്ള സ്കൂളുകൾ, മുസ്ലിം സ്കൂളുകൾ അടക്കമുള്ള സ്കൂളുകൾ വളരെ മനോഹരമായി നടപ്പിലാക്കിയിരിക്കുന്നു. അപ്പോൾ പോണ്ടിച്ചേരിയിലൊക്കെ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നു. മാഹിയല്ല ജന്മ പോണ്ടിച്ചേരി ഒരുപാട് സ്ഥലങ്ങളിൽ ഫണ്ട് വാങ്ങിയെടുക്കുന്നു. പക്ഷേ അവിടെയൊക്കെ സിലബസ് NCERT ആണെങ്കിൽ കുഴപ്പമില്ല, CBSE സിലബസ് ഉള്ളിടത്ത് കുഴപ്പമില്ല, NCERTക്ക് കുഴപ്പമില്ല. അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ സിലബസ് മതി.